എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് നമ്മുടെ വ്ളോഗിൽ ഒരുപാട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ബാക്കി കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മൾ ഒരുപാട് വ്ളോഗുകൾ, നമ്മുടെ ആളുകൾക്കൊക്കെ ഒരുപാട് സംശയമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സാർ ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ മുക്കുകളെ പറ്റിയിട്ടാണ് കൂടുതലും നമ്മുടെ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ദിക്കുകളെ പറ്റിയിട്ട് നമുക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ദിക്കുകൾ മാത്രമായിട്ടും പറയാൻ പറ്റില്ല, മുക്കുകൾ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. 8 ദിക്കാണ്. അതായത് 4 ദിക്ക് 4 മുക്ക്. 4 ദിക്കെന്ന് പറയുന്നത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. മുക്കെന്ന് പറയുമ്പം ഈ 2 ദിക്കുകളും ചേരുന്നത്, ഇപ്പം വടക്കും കിഴക്കും കൂടെ ചേരുന്ന ഒരു മുക്ക്, കിഴക്കും തെക്കും കൂടെ ചേരുന്നൊരു മുക്ക്, തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്നൊരു മുക്ക്, പടിഞ്ഞാറും വടക്കും കൂടെ ചേരുന്നൊരു മുക്ക്. അങ്ങനെ 4 മുക്കും 4 ദിക്കും ചേർന്നതിന് 8 ദിക്ക് വരുന്നത്. അപ്പം ഇപ്പം ഇതെങ്ങനെ തത്തുല്യമായിട്ട് അളക്കാനാണെങ്കിൽ ഡിഗ്രി വേണം. ഇപ്പം നമുക്ക് കോമൺ ഡിഗ്രിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോ വീട്ടിലും 10 ഡിഗ്രി 15 ഡിഗ്രി ഡിഫറെൻ്റ് ഉണ്ടാവും, 25 ഡിഗ്രി ഡിഫറെൻ്റ് ഉണ്ടാവും, 45 ഡിഗ്രി ഡിഫറെൻ്റായി അത് വിധിക്കാവും. ഇങ്ങനെ റോഡുകൾക്കനുസരിച്ച് ഡിഗ്രി മാറുന്നു. പക്ഷെ നമുക്കൊരു വ്ളോഗിൽ സംസാരിക്കുമ്പോൾ ഒരു കോമൺ ഡിഗ്രിയെ കുറിച്ച് ക്ലാസ് പോകാവൂ. കാരണം നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഡിഗ്രിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും കൺഫ്യൂഷൻ ആയിപ്പോവും. അത് സ്ഥലങ്ങളിൽ പോയി പരീക്ഷിക്കുമ്പോൾ അത് മനസ്സിലാവും. എന്നാലും ഒരു കോമൺ ഡിഗ്രി എന്ന് പറയുന്നത് 1 മുതൽ 10 ഡിഗ്രി വരെ ഇടത്തോട്ടോ വലത്തോട്ടോ കോമ്പസ് ചായ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ട്രൂ നോർത്തായിട്ട് തന്നെ സങ്കല്പിക്കാം. അപ്പോൾ ട്രൂ നോർത്ത് വരുമ്പോഴത്തേക്കും ട്രൂ ഈസ്റ്റ് വരും. ട്രൂ ഈസ്റ്റ് വന്നാലോ ട്രൂ സൗത്തും ട്രൂ വെസ്റ്റും വരുള്ളൂ. 10 ഡിഗ്രി വരെ ഇടതായിരുന്നാലും വലതായിരുന്നാലും 10 ഡിഗ്രി വരെ നമുക്ക് ട്രൂ ആയിട്ട് തന്നെ സങ്കല്പിക്കാം. 10-ന് മേളിൽ പോകുമ്പോൾ ഡിഗ്രി വലത്തോട്ട് മാറുമ്പോൾ മുക്ക് വളരും. 10 ഡിഗ്രി ഇടത്തോട്ട് മാറുമ്പോഴും ഈ മുക്ക് റിവേഴ്സിൽ വളരും. അപ്പം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഡിഗ്രി എല്ലാം സംസാരിച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ പഴയ വ്ളോഗും പോയി നോക്കാം. അപ്പം നമുക്ക് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് സമയമില്ല. അപ്പം ദിക്ക് മാത്രമായിട്ട് പറഞ്ഞാലും മുക്ക് മാത്രമായിട്ട് പറഞ്ഞാൽ ദിക്കും മുക്കും ഒരുമിച്ച് പറഞ്ഞാലേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം പുതിയ ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ അവർക്കും കൂടെ ചേർത്താണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ എവിടെയൊക്കെയാണ് വാസ്തു ദോഷം പേറുന്നത്, എങ്ങനെയാണ് വാസ്തു ഫലം പേരേണ്ടതെന്നുള്ളതെല്ലാം വളരെ ശക്തമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വടക്ക് എന്നുള്ളത് എപ്പോഴും സ്ത്രീകളെ കുറിക്കുന്ന ദിക്കാണ്. മാത്രമല്ല തെക്കും സ്ത്രീകളെ കുറിക്കുന്ന ദിക്കാണ്. അപ്പോൾ വടക്കും തെക്കും സ്ത്രീകൾക്ക് അനുകൂല അവസ്ഥയോ പ്രതികൂല അവസ്ഥയോ തരാൻ സാധ്യതയുള്ള ദിക്കുകളാണ്, അല്ലെങ്കിൽ തരുന്ന ദിക്കാണ്. അതേപോലെ തന്നെയാണ് കിഴക്കും പടിഞ്ഞാറും പുരുഷന്റെ വളർച്ചയോ പുരുഷന്റെ പതനത്തിനോ സാധ്യത തരുന്ന ദിക്കാണ്. മനസ്സിലായി? അപ്പം ഇതിൽ നിന്നും ശക്തമായി നമുക്ക് മുന്നേറണമെങ്കിൽ അത് വാസ്തുവിലൂടെ തന്നെയായിരിക്കണം. അറ്റല്ലാത്ത പക്ഷം ഒരു വീട് അവാസ്തുവും തൊഴിൽ സ്ഥാപനം വാസ്തുവും ആവുകയാണെങ്കിൽ അതോടെ ടാലി ചെയ്യും. ഒരു വീട് വാസ്തുവും ഒരു വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട് വാസ്തു ഇല്ലെങ്കിലും വാസ്തുവുള്ള വീട്ടിലിരുന്നുകൊണ്ട് ഹൗസ് ഓണർക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും. ആ വീട്ടിൽ വാടകയ്ക്ക് വരുന്നവരായിരിക്കാം ചിലപ്പം ആ കർമ്മം അനുഭവിക്കേണ്ടത്. വിടുന്നില്ല, ഒരു 25% അതിൻ്റെ മുതലാളി അനുഭവിക്കണം. പക്ഷേ കൂടുതലും 75% ആ വീട്ടിൽ ആരാണോ താമസിക്കുന്നത് അവർക്കാണ് അനുഭവം. വാസ്തു ഇല്ലാത്ത വാടക വീടുകളിൽ പല ആൾക്കാരും പ്രവേശിച്ച് 2 മാസത്തേക്കല്ലേ, അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വീട്ടിലോട്ട് പോകാമെന്നുള്ള ആഗ്രഹത്തിൽ വന്ന് കുടുങ്ങി വർഷങ്ങളായി ആ വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ദിക്കിൻ്റെയും മുക്കിൻ്റെയും എടുക്കുകയാണെങ്കിൽ വടക്ക് ദിക്ക് ആണ് വാസ്തു ഫോൾട്ട് എന്നുണ്ടെങ്കിൽ, വടക്ക് ദിക്കിൽ വാസ്തു ഫോൾട്ട് എങ്ങനെ വരുന്നു? കൂടിയ ഭാരം, ഉയർന്ന മല, പ്രകാശത്തിനെ മറച്ചുകൊണ്ടുള്ള ഷീറ്റ്, വൻമരങ്ങളാൽ വിസിബിലിറ്റി കുറയ്ക്കുന്നു. ഇതൊക്കെയല്ല വടക്കിൻ്റെ ഫോൾട്ടുകളാണ്. വടക്കിൻ്റെ നല്ലത് എന്താണ്? താഴ്വാരങ്ങൾ, കിണർ, മീൻസ് വടക്ക് ഉച്ചത്തിൽ നിന്ന്, വടക്ക് നീചമുണ്ട്, വടക്ക് നീച്ചു, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴയ ഇപ്പോൾ തൊട്ടും 4-5 വ്ളോഗ് മുമ്പുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വടക്ക് ഭാഗത്ത് വാസ്തുദോഷം പേറുന്ന വീട്ടിൽ സ്ത്രീകൾ ബാധിക്കപ്പെടും. ആ സ്ത്രീകൾ ബാധിക്കപ്പെടുന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അമ്മയുടെ വരുമാന സ്രോതസ്, അല്ലെങ്കിൽ ജോലി ചെയ്യാത്ത അമ്മയാണെങ്കിൽ അമ്മയുടെ കഴിവുകൾ, അമ്മയുടെ പ്രസരിപ്പ്, അമ്മയിൽ നിന്നും നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരുപാട് അമ്മ എന്നുള്ളൊരു അമ്മ വാത്സല്യത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കുറവുകൾ ആ വീട്ടിലുള്ളവർ അനുഭവിക്കും. വടക്ക് പ്രശ്നമായ വീട്ടിൽ അമ്മയുടെ ഒരു മനോഹരമായൊരു മുഖം നമുക്ക് നഷ്ടപ്പെടും. അമ്മ എപ്പോഴും സ്ട്രഗിളിലായിരിക്കും, സ്ട്രെയിനിലായിരിക്കും, സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ അവർ എപ്പോഴും സന്തോഷവതിയായിരിക്കുമ്പോൾ ആ വീട് മുഴുവൻ നിറഞ്ഞിരിക്കും. ആ അമ്മയ്ക്ക് ഉണ്ടാകേണ്ട വിഷമം ആ വീട് പല ഭാഗങ്ങളിലായിട്ട് പ്രതിഫലിക്കും. അപ്പോൾ വാസ്തു ദോഷം പേറുന്ന
വടക്ക് ഭാഗത്തുള്ള വീടുകൾക്ക് സ്ത്രീകൾ അമ്മമാർ ബാധിക്കപ്പെടുന്നു. ഒരു ദിക്കായി. ഇനി 8 എടുക്കണ്ടേ, അടുത്ത മുക്ക് വരികയാണെങ്കിൽ വടക്ക് ഈശാന്യം, അതൊരു മുക്കാണ്. വടക്ക് ഈശാന്യത്തിൽ കൂടുതലായി ബാധിക്കപ്പെടുന്ന വെച്ചാൽ മൂത്ത മകൾ. വടക്ക് ഈശാന്യത്തിൽ ഉണ്ടാകേണ്ട ഫോൾട്ടുകൾ ആ വീട്ടിലെ മൂത്ത മകൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ലാഭനഷ്ടങ്ങൾ, ലാഭമാണെങ്കിലും ആ കുട്ടിയുടെ വളരെ മനോഹരമായൊരു വളർച്ച. വടക്ക് ഈശാന്യത്തിൽ തെറ്റ് സംഭവിച്ചുള്ള വീട്ടിൽ ആ വീട്ടിൻ്റെ മൂത്ത മകൾ ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നു. പക്ഷെ ഈ വീടുമായി ഒരു പോക്കുവരത്ത് ബന്ധമുണ്ടെങ്കിൽ പോലും ഈ വീട് വടക്കിൻ്റെ ഫോൾട്ട് ആ കുട്ടിയെ ഫോളോ ചെയ്യും. ഇത് DNA വാസ്തുവിലൂടെ എടുക്കേണ്ട സബ്ജക്റ്റാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈശാന്യത്തിൽ തുല്യമായ ഈശാന്യം, അതായത് വടക്കിനെ കുറിച്ച് സംസാരിച്ച് വടക്ക് ഈശാന്യം, ഇനി തുല്യമായിട്ടുള്ള ഈശാന്യം ഉണ്ടല്ലോ, കറക്റ്റ് കോർണർ, അവിടെ ഫോൾട്ട് വരുന്ന വീടുകൾക്ക് അവിടുത്തെ ഇളം തലമുറയില്ലേ അവർ ബാധിക്കപ്പെടും. ഇളം തലമുറയില്ല, കല്യാണം കഴിഞ്ഞ ഒരു വീടാണെങ്കിൽ ഗൃഹനാഥൻ ബാധിക്കും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, ഒരു വീട് മേടിച്ച് കെട്ടുന്നു, കൊച്ചു കുട്ടികളൊക്കെയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ബാധിപ്പ് കൂടുതൽ ഗൃഹനാഥനായിരിക്കും. അടുത്ത് കിഴക്ക് ഈശാന്യം എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഈ കിഴക്ക് ഈശാന്യം, വടക്ക് ഭാഗത്തുള്ള ഈശാന്യം, കിഴക്ക് ഭാഗത്തുള്ള ഈശാന്യം ഉണ്ട്. കിഴക്ക് ഭാഗത്തുള്ള ഈശാന്യത്തിൽ ഉണ്ടാകേണ്ട ഫോൾട്ട് ആ വീട്ടിലെ മൂത്ത മകനെ ബാധിക്കും. ആ ഫോൾട്ട് അവൻ്റെ പതനത്തിലോട്ടോ അവിടെ ഉണ്ടാകേണ്ട നല്ല വാസ്തു അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിലോട്ടോ കൊണ്ടുപോകും. ഇനി പ്രോപ്പർ കിഴക്ക് വരികയാണെങ്കിൽ അത് ആ ഗ്രഹനാഥനെയും അവിടുത്തെ സമ്പദ് വ്യവസ്ഥകളെയും ബാധിക്കും. അപ്പോൾ അടുത്ത് വരേണ്ടത് കിഴക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത് വരേണ്ടത് കിഴക്ക് ആഗ്നേയമാണ്. കിഴക്ക് ആഗ്നേയത്തിൽ അവിടെ നമുക്ക് സംഭവിക്കുന്ന തെറ്റുകൾ ആ വീട്ടിലെ പെണ്ണിന് വരേണ്ട വരൻ്റെ ബലഹീനതകളെ സൂചിപ്പിക്കുന്നു. കിഴക്ക് ആഗ്നേയത്തിൽ മരുമകനെ സൂചിപ്പിക്കുന്ന ഒരു പോർഷനാണ് കിഴക്ക് ആഗ്നേയം. അപ്പോൾ കിഴക്ക് ആഗ്നേയത്തിൽ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വരനായി വരുന്ന മരുമകന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വിഷമ സാഹചര്യങ്ങൾ ആ വീട് ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. ഇനി പ്രോപ്പർ തുല്യ ആഗ്നേയം എന്നുണ്ടല്ലോ, കിഴക്ക് ആഗ്നേയം കഴിഞ്ഞാൽ പിന്നെ തുല്യ ആഗ്നേയം. ആ തുല്യ ആഗ്നേയത്തിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല ആ വീട്ടിൽ, ഒരു അറ്റാച്ച് ഉണ്ടാവത്തില്ല ആ വീട്ടിൽ. എപ്പോഴും ഒരു ഒറിജിനൽ ക്യാരക്ടർ പുറത്തു വരത്തില്ല, എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും ഈ ദമ്പതികൾക്കുള്ളിൽ. പ്രോപ്പർ ആഗ്നേയത്തിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാണെങ്കിൽ അത് അതിമനോഹരമായിരിക്കും. ആരോഗ്യം, നല്ല ചേർച്ച, നല്ലൊരു വൈബ്, ഒരിക്കലും പിരിയാത്ത രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ആരോഗ്യം, ഇതെല്ലാം നല്ലതിനെ സൂചിപ്പിക്കുന്നു. ഫോൾട്ട് വരുന്ന സമയത്താണ് കിഴക്ക് ആഗ്നേയത്തിൽ മരുമകൻ, തുല്യ ആഗ്നേയത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് വലിയൊരു വിള്ളൽ, അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള പോരായ്മകൾ, ഇത്തരം. അടുത്ത് വരുന്നത് തെക്ക് ആഗ്നേയമാണ്. തെക്ക് ആഗ്നേയത്തിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഒരു മൂത്ത മകന് വരേണ്ട ഭാര്യ അവരിലൂടെ ഒരുപാട് ദുഃഖം ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. തെക്ക് ആഗ്നേയത്തിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ വരുന്ന മരുമകൾക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കാം. മിസ് അണ്ടർസ്റ്റാൻഡിങ് നല്ലതാവത്തില്ല. ചിലപ്പോൾ അമ്മ വീടുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കും. ഈ വീട്ടിൽ എപ്പോഴും അവർക്കൊരു സന്തോഷം കാണത്തില്ല, എപ്പോഴും ഒരു ജലസി അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയും തനിച്ച് വാടകയ്ക്ക് പോകണം ഭർത്താവിനെ കൂട്ടി, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു സമകാലികത ഉണ്ടാവത്തില്ല. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആൻസറോടെ മുന്നോട്ട് പോവുള്ളൂ. ഇത് തെക്ക് ആഗ്നേയത്തിൽ നടന്നാലുള്ളതാണ്. പ്രോപ്പർ തെക്കുണ്ടല്ലോ, ഈ പ്രോപ്പർ തെക്കിൽ തെറ്റ് സംഭവിക്കുമ്പോൾ വടക്കിൽ നിന്നും എന്താണോ കിട്ടുന്ന ഐശ്വര്യവും ആ വീട്ടിൽ, ചിലപ്പോൾ വടക്ക് നല്ല വടക്കായിരിക്കാം, സമാന്തരമായി തെക്ക് ഭാഗത്ത് തെറ്റിയിട്ടുണ്ടെങ്കിൽ വടക്കിൽ നിന്ന് വരുന്ന സകല ഐശ്വര്യവും സമ്പത്തും ഇവിടെ ശേഖരിക്കാൻ പറ്റില്ല, ഇവിടെ ലീക്ക് ആയിക്കൊണ്ടിരിക്കും. ഈ ലീക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ തെക്ക് എന്നുള്ള ആ പോർഷൻ ക്ലിയർ ചെയ്യാതെ പറ്റില്ല. വടക്കിൽ നിന്ന് വരുന്ന സകല ഐശ്വര്യവും തെക്കിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ലീക്ക് അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു.